കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയി ഒക്കത്തൊരു കൊച്ചുമായി പിന്നെ നാണമില്ലാതെ കയറി വന്നിരിക്കുന്നു ശവം. ഇവിടെ പൊറുതി പറ്റില്ലെന്ന് അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക്? നിങ്ങളുടെ പേരിലല്ലേ അച്ഛൻ മരിക്കുന്നതിന് മുമ്പേ എല്ലാം എഴുതി വെച്ചത്? ശാരിയുടെ ഉറഞ്ഞതുള്ളൽ റൂമിന് പുറത്ത് കേൾക്കുമെന്നായപ്പോൾ ശരത്താകെ അസ്വസ്ഥനായി. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ പതിയെ പറ. എന്നോടല്ലേ പറയുന്നത്? ഞാൻ നിന്റെ മുന്നിൽ തന്നെ അല്ലേ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് കേൾക്കാൻ പാകത്തിന് പറഞ്ഞാൽ പോരെ? അപ്പുറത്ത് വയ്യാത്ത ഒരാൾ കിടപ്പുണ്ടെന്ന് ഓർമ്മ വേണം. അമ്മയ്ക്ക് മിണ്ടാനേ കഴിയാത്തതുള്ളൂ, കേൾക്കാൻ ഒരു കുഴപ്പമില്ല. ഈ സമയത്ത് അവരെ കൂടെ വിഷമിപ്പിക്കാൻ. ശരത്ത് അസ്വസ്ഥതയോടെ തല കുടഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുമ്പോൾ വിടാൻ ഭാവമില്ലായിരുന്നു ശാരിക്ക്. അമ്മയും കേൾക്കട്ടെ. ഇവിടെ നിന്ന് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോൾ അവൾ ഓർത്തില്ലല്ലോ ഈ പറയുന്ന അച്ഛനെയും അമ്മയെയും ഒന്നും. എന്നിട്ട് കണ്ടവന്റെ കൊച്ചിനെ ഒക്കത്ത് വെച്ച് കയറി വന്ന അവളെ ഓർത്ത് ഇവരെന്തിനു ദുഃഖിക്കണം? അവളുടെ പുച്ഛത്തോടെയുള്ള സംസാരം ശരത്തിന് വല്ലാത്ത അരോചകം തോന്നി. ഇവളോട് എന്തു പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് കൂടുതലും മൗനം പാലിക്കാൻ ശ്രമിക്കും. പക്ഷേ പിന്നെയും വായിൽ കോലിട്ട് എന്തേലും പറയിപ്പിച്ചാലേ അവൾക്ക് സമാധാനമാകൂ എന്ന് ശരത്തിന് നല്ല പോലെ അറിയാം. എടി, നിനക്ക് നിന്റെ കാര്യങ്ങൾ നോക്കിയാ പോരെ? അവൾ അങ്ങനെ ഒരാളെ ഇഷ്ടപ്പെട്ടു. അന്ന് എല്ലാവരും എതിർത്തപ്പോൾ അവൾ അവൻ്റെ കൂടെ പോയി എന്ന് കരുതി അങ്ങനെ തള്ളിക്കളയാൻ പറ്റും അമ്മയ്ക്ക്? ദേഷ്യം ഉണ്ടാകും എന്ന് കരുതി വീണ്ടും വീണു പോകുമ്പോൾ പുറംകാലുകൊണ്ട് തട്ടിക്കളഞ്ഞാൽ സന്തോഷമാകുമോ? പിന്നെ അവളിവിടെ നിൽക്കുന്നതാണ് നിന്റെ പ്രശ്നമെങ്കിൽ അതിനൊരു വഴി ഞാൻ കണ്ടെത്തിക്കൊള്ളാം, പോരെ? പിന്നെ ഇതുപോലെ പ്രേമിച്ച് കെട്ടിയവരാ നമ്മളും, അത് നീ മറക്കണ്ട. ഇതൊക്കെ ആരോട് പറയാൻ? പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, പെണ്ണിന്റെ ശത്രു പെണ്ണ് തന്നെയാണെന്ന്. ഹോ! അവളെ അമർഷത്തോടെ കൈകൂപ്പി കാണിച്ചുകൊണ്ട് ശരത്ത് ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ ദേഷ്യത്തോടെ പല്ലുകൾ ഞെരിച്ചുകൊണ്ട് ശാരി പിറകിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു, പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ എൻ്റെ വീട്ടുകാർ നിങ്ങളുടെ കൂടെ 4 ആൾ അറിയാണ് കെട്ടിച്ചു വിട്ടത്. അല്ലാതെ നിങ്ങളുടെ പെങ്ങൾ ചെയ്തതുപോലെ പാതിരാത്രി പിൻവാതിലിൽ നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്നതല്ല ഞാനിന്ന്. പക്ഷെ അതൊന്നും കേട്ട ഭാവം പോലും കാണിച്ചില്ല അവൻ. ശരത്ത് അമ്മയുടെ മുറിയിലെത്തുമ്പോൾ സരിതയും മോളും അമ്മയ്ക്കരികിലുണ്ടായിരുന്നു. അവനെ കണ്ട മാത്രയിൽ അവൾ എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ അവളോട് ഇരിക്കാൻ ആവശ്യപ്പെട്ടു. ഏട്ടാ, ഞങ്ങൾ പോയിക്കോളാം. തെറ്റ് ചെയ്തത് ഞാനല്ലേ? എന്നെപ്പോലെയുള്ള ഒരുവളെ ശാരിക്ക് പെട്ടെന്ന് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടാവില്ല. ഞാൻ കാരണം ഒരിക്കൽ എല്ലാവരും വേദനിച്ചതാണ്. ഇനിയും വേദനിപ്പിക്കാൻ വയ്യ. അമ്മയൊന്ന് കാണണമെന്ന് തോന്നി. മാപ്പർഹിക്കാത്തത് ചെയ്തിട്ട് ഒടുക്കം ആരുമില്ലാതെ ആയപ്പോൾ മെല്ലെ തഞ്ചത്തിൽ കയറി വന്നവളായിട്ടേ എല്ലാവരും കാണൂ. ശാരിയും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകും. തെറ്റ് പറയാൻ പറ്റില്ലല്ലോ. ഇനി നിൽക്കുന്നില്ല. അമ്മയുടെ കയ്യിലൊന്ന് മുറുകെ പിടിച്ചുകൊണ്ട് അവൾ പോവുകയാണെന്ന് പതിയെ തലയാട്ടി. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന അമ്മയ്ക്കോ ഒരു പുഞ്ചിരി കൂടി സമ്മാനിച്ച് മോളെയും കൂട്ടി അവൾ പുറത്തേക്ക് നടക്കുമ്പോൾ ശരത് അവളെ പിറകിൽ നിന്നും വിളിച്ചു. ഈ സമയത്ത് നീ എങ്ങോട്ട് പോവാനാ? എന്തായാലും ആയില്ലേ, നാളെ പോകാം. ഇപ്പോൾ നീ മോളെയും കൂട്ടി റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആവൂ. ബാക്കിയൊക്കെ മെല്ലെ തീരുമാനിക്കാം. അവൾ മറുത്തെന്തെങ്കിലും പറയും മുന്നേ ശരത് മോളെയും കൂട്ടി മറ്റൊരു മുറിയിലേക്ക് നടന്നു കഴിഞ്ഞിരുന്നു. രാവിലെ എഴുന്നേൽക്കും മുമ്പ് ശാരി ശരത്തിനെ തട്ടിയുണർത്തി ചോദിച്ചത്, അവരെ ഇനിയും ഇവിടെ പാർപ്പിക്കാനാണോ പ്ലാൻ എന്നായിരുന്നു. നേരെ ഒന്ന് വെളുത്തോട്ടെ എൻ്റെ പൊന്നു ശാരി. വല്ലാത്ത കഷ്ടം തന്നെ. മനുഷ്യനൊരു സമാധാനം തരില്ലെന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്, നീ ഇവളെ പോകും വരെ നിന്റെ വീട്ടിൽ പോയി നിന്നോ. അതായിരിക്കും നല്ലത്. അല്ലാതെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എന്തായാലും അവളെ പെരുവഴിയിൽ ഇറക്കി വിടാൻ എനിക്ക് പറ്റില്ല, കേട്ടല്ലോ? അവൾക്ക് താമസിക്കാനും ജീവിക്കാനും ഒരു വഴി കണ്ടെത്തി കൊടുക്കേണ്ടത് എൻ്റെ കടമയാണ്. നിനക്ക് സഹിക്കാൻ പറ്റില്ലെങ്കിൽ കുറച്ച് ദിവസം നീ നിന്റെ വീട്ടിൽ പോയി നിന്നോ. അവൻ്റെ വളരെ ലാഘവത്തോടെയുള്ള മറുപടി കേട്ടപ്പോൾ അവൾക്ക് ദേഷ്യം പെരുത്തു കയറുന്നുണ്ടായിരുന്നു. ആ ദേഷ്യത്താൽ തന്നെ അവൾ വേഗം ബാഗിൽ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് പോകാൻ റെഡിയായി. നീ നിൽക്ക്, ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം എന്ന് പറഞ്ഞ ശരത്തിനെ രൂക്ഷമായി നോക്കിയവൾ. ഹോ വേണ്ട, നിങ്ങളിവിടെ കടമ നിറവേറ്റി നിന്നു. എൻ്റെ വീട്ടിൽ പോകാൻ എനിക്കറിയാം. അതും പറഞ്ഞ് ചാടിത്തുള്ളി പുറത്തേക്ക് പോകുന്ന ശാരിയെ പുഞ്ചിരിയോടെ നോക്കിയവൻ. സ്വന്തം വീട്ടിലെത്തുമ്പോൾ ഉമ്മറത്ത് തന്നെ ഉണ്ടായിരുന്നു അമ്മ. ശാരിയെ കണ്ടപ്പോൾ സംശയത്തോടെ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കിയവർ. നീ ഒറ്റയ്ക്കുള്ളോ? ശരത്ത് എവിടെ? അവരുടെ സംശയത്തോടെയുള്ള ചോദ്യം കേട്ട് അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അമ്മയുടെ അരികിൽ വന്നിരുന്നു. പിന്നെ എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ അമ്മ ദേഷ്യത്തോടെ അവളെ നോക്കി. ഈ ചെറിയ കാര്യത്തിനാണോ നീ ഇങ്ങോട്ട് പോകുന്നത്? കൊള്ളാം. ആ പെണ്ണും കൊച്ചും വന്നെന്ന് കരുതി നിനക്ക് എന്താടി? അവളുടെ കൂടെ വീടല്ലേ അത്? അവൾക്കൊരിക്കൽ അങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്ന് കരുതി അവൾക്കൊരു പ്രശ്നം വരുമ്പോൾ പുറംകാലുകൊണ്ട് തട്ടാണോ ചെയ്യേണ്ടത്? അമ്മയുടെ ചോദ്യം കേട്ടപ്പോൾ അമ്പരപ്പോടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി അവൾ. എടി, നീയും അങ്ങനെ ഒരാളെ സ്വയം കണ്ടെത്തിയതല്ലേ?
എന്ന് കരുതി ഞാൻ നിങ്ങളെയൊക്കെ വേണ്ടെന്ന് വെച്ച് ഇറങ്ങിപ്പോയിട്ടൊന്നുമില്ലല്ലോ. നല്ല അന്തസ്സായല്ലേ എന്നെ കെട്ടിച്ചത്. അവളുടെ ന്യായീകരണം കേട്ടപ്പോൾ ആ അമ്മയുടെ മുഖത്ത് മകളോട് പുച്ഛായിരുന്നു. ഹെടി, നിന്റെ പിടിവാശിക്ക് മുന്നിൽ ഞങ്ങൾ മൗനം പാലിച്ചതുകൊണ്ട് നിനക്കിപ്പോൾ അന്തസ് പറയാനായി. അന്ന് ആ കൊച്ചിൻ്റെ കാര്യത്തിൽ ആ വീട്ടുകാർ പിടിവാശി പിടിച്ചപ്പോൾ അവൾ അവളുടെ ഇഷ്ടം തിരഞ്ഞെടുത്തു. അന്ന് വരെ നോക്കി വളർത്തിയ വീട്ടുകാരെ ഉപേക്ഷിച്ച് പോയത് തെറ്റ് തന്നെയാണ് എന്ന് കരുതി ഒരാവശ്യം വരുമ്പോൾ കൈയൊഴിയണം എന്നാണോ? അങ്ങനെയുള്ളവർ ഉണ്ടാകും എന്ന് കരുതി എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല. പിന്നെ നിന്നെപ്പോലെ കുറേ എണ്ണമുണ്ട് തമ്മി തല്ലിക്കാൻ കാത്തു നിൽക്കുന്ന ചില പെണ്ണുങ്ങൾ. പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നോർത്തോ, ആ പെണ്ണ് വന്നെങ്കിൽ അത് അവളുടെ വീട്ടിലേക്കാണ്. അവളെ അംഗീകരിക്കാനും കൈവിടാതെ കൂടെ നിർത്താനും ശരത്തിനും അമ്മയ്ക്കും കഴിഞ്ഞെങ്കിൽ അതവരുടെ നല്ല മനസ്സ്. അതിനിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി ഇതുപോലെ ഇവിടെ വന്ന് നിൽക്കാനാണ് മോളുടെ ഉദ്ദേശമെങ്കിൽ അമ്മ സമ്മതിക്കില്ല. അതുകൊണ്ട് എൻ്റെ പൊന്നുമോള് ഉള്ളിൽ പോയി വല്ലതും എടുത്ത് കഴിച്ച് വേഗം പോകാൻ നോക്ക്. അമ്മ കൂടെ കൈവിട്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ശാരിയാകെ അസ്വസ്ഥമായി. തിരികെ പോകുകയല്ലാതെ വേറെ വഴിയില്ലെന്ന് മനസ്സിലായപ്പോൾ വിഷമത്തോടെ അവൾ അമ്മയുടെ കയ്യിൽ പിടിച്ചു. ഇനി ഒറ്റയ്ക്കെങ്ങനാ ഞാൻ അങ്ങോട്ട്? അമ്മ കൂടെ വരുമോ കൊണ്ടുവിടാൻ? അവസാന പ്രതീക്ഷയോടെ അവൾ അമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അമ്മ ഇല്ലെന്ന് തലയാട്ടി. രണ്ടാമതൊന്നും ആലോചിക്കാതെ ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോന്നതല്ലേ മോള്? ഒറ്റയ്ക്ക് തന്നെ പോയാൽ മതി കേട്ടല്ലോ. അല്ലേൽ ശരത്തിനെ ഒന്ന് വിളിച്ചു നോക്ക്. അവനായതുകൊണ്ട് വരുമായിരിക്കും. പിന്നെ പോകുമ്പോൾ ഒരു കാര്യം മറക്കണ്ട, നിന്റെ ഉള്ളിലുള്ള കിഴങ്ങങ്ങ് കുത്തിപ്പറിച്ച് കളഞ്ഞിട്ട് പോകണം അങ്ങോട്ട്. തമ്മിൽ തല്ലിക്കാൻ പെട്ടെന്ന് കഴിയും, തമ്മിൽ ചേർത്ത് പിടിക്കാനാണ് പ്രയാസം. ഒന്നുകൂടെ മോൾ ഓർത്തോ, മനസ്സിൽ നന്മയുണ്ടെങ്കിലേ മനുഷ്യന് നിലനിൽപ്പുള്ളൂ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.